ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ ഇന്നലെ ഹോളിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഹോളിയൊക്കെ കളിച്ചിട്ട് ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാനധികം കളിക്കാനൊന്നും പോയിരുന്നില്ല. പിന്നെ മക്കളുടെ കൂടെ അവർക്ക് ഭയങ്കര താല്പര്യമായതുകൊണ്ട് അവരെ ഹസ്ബൻഡും ഒക്കെ പോയി ഹോളിയൊക്കെ കളിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഹോളികാ ദഹനാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്നാലും കാണാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പറയണം. ഹോളിയുടെ തലേ ദിവസം നോർത്ത് ഇന്ത്യക്കാർ ചെയ്യുന്ന ഒരു ആചാരമാണ് ഹോളികാ ദഹൻ. ഹോളികാ ദഹൻ എന്ന് വെച്ചാൽ പ്രഹ്ലാദനെ ഹോളിക മടിയിലിരുത്തി അഗ്നിയിൽ പ്രവേശിക്കുകയും ഹോളിക മരിക്കുകയും പ്രഹ്ലാദൻ രക്ഷപ്പെടുകയും ചെയ്യുന്ന ചരിത്രമുണ്ടല്ലോ. ആ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ നോർത്ത് ഇന്ത്യക്കാർക്ക് ഹോളികാ ദഹൻ എന്ന് പറഞ്ഞത് കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കച്ചിയും ചാണകവും വിറകും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. അതിനുശേഷം ഇവിടുത്തെ ആൾക്കാരെല്ലാം വന്നിട്ട് പൂജ ചെയ്യുന്ന വെച്ചാൽ തേങ്ങ ഉടച്ചിട്ട് ഇതിനകത്ത് അഗ്നിയിലിടും. പിന്നെ ഫ്രൂട്ട്സും നിവേദ്യമായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും. പിന്നെ വട്ടത്തിൽ വെള്ളം ഒഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ഇത് ഹോളികാ ദഹൻ ഇവർ ആചരിക്കുന്നത്. എന്നുവെച്ചാൽ നെഗറ്റീവിനെ എല്ലാം റിമൂവ് ചെയ്തിട്ട് പോസിറ്റീവിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പിന്നിലുള്ള തത്വം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ എല്ലാം കൂടെ കിടക്കുന്നതുകൊണ്ട് പിറ്റേ ദിവസം ഹോളിയുടെ അന്ന് വരെയും വൈകുന്നേരം വരെ കിടന്ന് കത്തും കേട്ടോ. ഇത് ഹോളിയുടെ ദിവസത്തെ രാവിലത്തെ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ആ ഹോളികാ ദഹൻ്റെ അത് കത്തിച്ചതിന് ശേഷം അതിനകത്തിട്ടേക്കുന്ന തേങ്ങയുണ്ടല്ലോ, തേങ്ങ കിടന്ന് കത്തുവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വൈകുന്നേരം വരെ ഇങ്ങനെ കിടന്ന് കത്തിക്കോളും. പിന്നെ അവർ ക്ലീൻ ചെയ്തോളും ഹോളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ. പിന്നെ ഇപ്പം നമ്മുടെ ഹോളിയുടെ ദിവസത്തെ രാവിലത്തെ വ്യൂ ആണ്. അപ്പം എല്ലാവരും ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് മുംബൈയിൽ വന്നത്. അപ്പം ഹോളി എന്നൊക്കെ നമ്മൾ കേരളത്തിലിരിക്കുമ്പോൾ കേൾക്കുമ്പോൾ വെച്ചാൽ കളർ കുറേ വാരി അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയുന്നു അങ്ങനെയുള്ളൂ. പക്ഷെ അതിൽ പുറകിലുള്ള ചരിത്രം എന്താണെന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് കേട്ടോ. പിന്നെ ഈ ഹോളികാ ദഹൻ എന്ന് പറയുന്ന ആചാരമൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കണ്ടത്. നമുക്ക് നാട്ടിലിരിക്കുമ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല, നമ്മളൊന്നും കേട്ടിട്ടുമില്ല. അപ്പോൾ ഇവിടെ ബിൽഡിങ്ങിൽ പാർക്കിങ്ങിൻ്റെ ഏരിയയിലാണ് ടാങ്കർ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് ഭയങ്കര ലാവിഷായിട്ടാണ് ഹോളി ആഘോഷിക്കുന്നത് കേട്ടോ. പണ്ടൊന്നും ഇങ്ങനെ ടാങ്കർ വെള്ളം കൊണ്ടുവന്ന് അങ്ങനൊന്നും ഇല്ല. ഇതെല്ലാവരും വീട്ടിൽ നിന്ന് ബക്കറ്റിൽ നിന്ന് വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ കളറുമൊക്കെ വാരി തേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴിച്ച് കളിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം മോഡേൺ ആയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ടാങ്കർ ഒക്കെ ഓർഡർ ചെയ്ത് അതിലെ വെള്ളമൊക്കെ എടുത്താണ് ഹോളി കളിക്കുന്നത്. ഇപ്പം ആൾക്കാരെയൊന്നും കണ്ടാൽ മനസ്സിലാവത്തില്ല, അതേപോലത്തെ അവസ്ഥയാണ്. അപ്പം ഞാനങ്ങനെ കളിക്കാനൊന്നും പോയിരുന്നില്ല കേട്ടോ. മക്കളെ കൊണ്ട് പോയതാണ്. അപ്പോൾ ഇത് മൂത്ത മോനാണ്, അവൻ ഭയങ്കര അങ്ങോട്ടും അവൻ്റെ ഫ്രണ്ട്സും എല്ലാം ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹോളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹോളിയുടെ ദിവസം നമ്മൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരായാലും നമ്മളെ വന്നൊന്ന് കളർ പൂശിയിട്ട് പോകും കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് പൊടിയുടെ അലർജിയൊക്കെ എന്ന് വെച്ചാൽ കളറിൽ നിന്നൊക്കെ എനിക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് അലർജിയുടെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് വരുന്നവരെല്ലാം ഞാൻ പിന്നെ ഓടിച്ചു വിട്ടിട്ടോ. ഞാൻ പിന്നെ എന്നെ ഒന്ന് കളർ പൂശണ്ട, എന്നെ അങ്ങ് വെറുതെ അലർജിയാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവരങ്ങനെ ഒന്നും ചെയ്തില്ല. എന്നാലും ലാസ്റ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ചെറുതായിട്ടൊന്ന് തേച്ചിട്ട് പോയി. ചെറുതായിട്ടേ ഉള്ളൂ. പിന്നെ വെള്ളത്തിലൊന്നും ഞാൻ കളിച്ചൊന്നുമില്ല കേട്ടോ. മക്കളും ഹസ്ബൻഡും എല്ലാം വെള്ളത്തിൽ കളിയും കളർ വാരി എറിഞ്ഞ് കളിയും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ പോയി ഭയങ്കര ഹോളി കളിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പിക്സാണ് ഇരുന്നത് കേട്ടോ. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ആരെയും കണ്ടാൽ മനസ്സിലാവത്തില്ല. ഹസ്ബൻഡ് ഈ ഫ്രണ്ട്സ് വരെ ഇവർ സ്കൂള് മുതലേ ഉള്ള കൂട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇവരെല്ലാം കൂടെ ഇന്നലെ ഒന്ന് ഒന്നിച്ചു കൂടിയതും ഹോളി കളിച്ചതും ഒക്കെ കേട്ടോ. രാവിലെ 10 മണിക്ക് തുടങ്ങിയ ഹോളി കളിയായിരുന്നു. ഒരു ഉച്ചയ്ക്ക് 2:30-3 മണി വരെ ഇവരിങ്ങനെ ടാങ്കറിലെ വെള്ളം തീരുന്നോളം വരെ കളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റോളുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വിശക്കുന്നവർ അവിടെ പോയി കഴിക്കുക, വീണ്ടും വന്ന് ഡാൻസ് കളിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു പ്രോഗ്രാം. വടാപ്പാവും പിന്നെ അങ്ങനെ മിസൽ പാവും ഇവിടുത്തെ നമ്മുടെ മുംബൈയിലെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്നാക്സ് ആയിട്ടുള്ളത്, അതൊക്കെ വെച്ച് അതിൻ്റെയൊക്കെ ഫുഡ് സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോളിയൊക്കെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്കും അവർ കഴിക്കാനുള്ളതൊക്കെ അവിടെ പോയി കഴിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെയും തിരിച്ചു വന്ന് കളിക്കും. അങ്ങനെയാണ് ഇവിടെ എല്ലാ സെലിബ്രേഷൻ്റെയും പിന്നിലുള്ള തത്വം എന്ന് വെച്ചാൽ ഒത്തുചേരലും സ്നേഹം പങ്കുവെക്കലും, ഒരുപാട് നാളായി കാണാത്ത സുഹൃത്തുക്കളുമായി എല്ലാം കാണാൻ പറ്റുക, അതൊക്കെ തന്നെയാണ് എല്ലാ ആഘോഷത്തിൻ്റെയും പിന്നിലുള്ളത് കേട്ടോ. പിന്നെ വൈകിട്ട് പൂർണ്ണചന്ദ്രനൊക്കെ കാണുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ ഹോളിയുടെ അന്ന്. അപ്പോൾ പൂർണ്ണചന്ദ്രനൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങി. ഇനിയിപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.